നമ്മുടെ ഇന്നത്തെ തിരുവാതിര കളി ക്ലാസ് തുടങ്ങാൻ പോവുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് സ്റ്റെപ്സുകൾ മാത്രം എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചത് പുതിയൊരു സ്റ്റെപ്പ് എടുത്തിട്ട് അതിൻ്റെ പാട്ട് കൊണ്ടിട്ടാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റെപ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും പാട്ട് ഇട്ട് ചെയ്യാം. എല്ലാവർക്കും ആ സ്റ്റെപ്സ് പഠിച്ചു വെച്ചാൽ ഏത് പാട്ടിൻ്റെ അവിടെ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ എന്തായാലും ഇപ്പോൾ അതവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പുതിയതായിട്ട് വീണ്ടൊരു പാട്ട് കൂടി എടുത്തിട്ടാണ് സ്റ്റെപ്പ് ഇടുന്നത്. കണ്ടു നോക്കൂ നിങ്ങൾ, സിമ്പിളാണ്. നമസ്കാരം. നമുക്കൊന്ന് പുതിയ സ്റ്റെപ്പിലോട്ട് കിടക്കാം. നമ്മളൊന്ന് പുതിയ സ്റ്റെപ്സ് എടുക്കുന്നുണ്ട്, ഒപ്പം തന്നെ പാട്ടും കൂടെ പാടി നോക്കാം. നമ്മളിത്രയും കുറേ സ്റ്റെപ്സ് നമ്മൾ പഠിച്ചിരിക്കുകയാണ്, അതിൻ്റെ പാട്ടും കൂടെ എടുക്കും. ഇപ്പം പുതിയതായിട്ട് സ്റ്റെപ്സ് എടുത്ത് അതിൻ്റെ പാട്ട് എടുത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ആ സ്റ്റെപ്സ് നമ്മുടെ കയ്യിലിരിക്കട്ടെ. സ്റ്റോപ്പ് എല്ലാവർക്കും പഠിക്കുന്നവർക്ക് അത് ഉപകാരപ്പെടും. ആ സ്റ്റെപ്സ് ഏത് പാട്ടിലെ കൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അങ്ങനെ പോട്ടെ. നമുക്കിപ്പം വീണ്ടും പുതിയ സ്റ്റെപ്സ് എടുക്കാൻ പോവാണ്. ഇതിന് നമുക്കൊരു പാട്ടും കൂടെ ചേർത്ത് നമുക്ക് എടുക്കാം. അതിന് സ്റ്റെപ്സ് പഠിക്കാം, എന്നിട്ട് നമുക്ക് പാട്ടെടുക്കാം. റെഡിയാണല്ലോ? ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് ഈ സ്റ്റെപ്സ്. വളരെ സിമ്പിൾ സ്റ്റെപ്സ് ആണ്. 1 2 വലുതാലും ചെടി 1 അടുത്താലും 2 3 കണ്ടോ, വലുതാലും പുറകെ വെച്ച് എപ്പോഴും ചെയ്യുന്ന സ്റ്റെപ്പാണ്. പിന്നെ 1 2 പിന്നെ നമ്മൾ ഇത്തിരി വ്യത്യാസം വരും. 1 2 3 4 ഇച്ചിരി സ്പീഡിൽ 1 2 3 4 നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു, ക്രോസ് ചെയ്ത് പോകുന്നു. ഒന്നുകൂടെ കാണിച്ചു തരാം. 1 2 3 4 1 2 1 2 3 4 പിന്നെ അവിടെ തന്നെ നിന്നിട്ട് വീണ്ടും അത് തന്നെ ചെയ്യാം. അപ്പോൾ കൈയും കൂടെ പറഞ്ഞു തരാം. 1 2 3 4 1 2 1 2 3 4 നമ്മൾ പിന്നെ അടുത്ത് തിരിഞ്ഞാണ് ചെയ്യേണ്ടത്. അവിടെ തന്നെ എന്നിട്ടാണ് 1 2 3 4 1 2 1 2 3 4 അതേ കാലം തന്നെ, കാലം മാറ്റുന്നില്ല. ആ വലത് കാലം നമ്മൾ അങ്ങനെ ചെയ്തോ, അവിടെ ചെയ്യുമ്പോൾ വലത് കാലം ചെയ്യണം. റെഡിയാണല്ലോ? മനസ്സിലായല്ലോ? ഒന്ന് ചെയ്ത് നോക്കൂ നിങ്ങൾ. ചെയ്തോ. 1 സ്റ്റെപ്പ് 2 3 4 1 2 1 2 3 4 1 2 3 4 1 2 1 2 3 4 ഒന്നുകൂടെ ചെയ്യാം. 1 2 3 4 1 2 1 2 3 4 1 2 3 4 1 2 1 2 3 1 2 3 മനസ്സിലായില്ലേ? ശരി. രാജാതനായ രാഘവാനി ജയിക്കണം, രാജവംശ രാജനായ രാഘവാനി സൂര്യവംശ രാജനായ രാജവംശ രാജനായ രാഘവാനി ജയിക്കണം. ഒന്നുകൂടെ. സൂര്യവംശജാതനായ രാഘവാനി ജയിക്കണം, രാജവംശജാതനായ രാഘവാനി ജയിക്കണം. സ്റ്റെപ്പ് പറഞ്ഞുതരാം. ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുള്ള സ്റ്റെപ്പാണ്. പക്ഷെ നമുക്ക് ആ താളത്തിന് ചെറിയ ചെറിയൊരു മാറ്റം വരുമ്പോൾ അത് ഒരു പുതുമയായിട്ട് തോന്നിക്കും. അതാ 1 2 3 4 5 6 7 8 വീണ്ടും വലത് കാലം തന്നെയാണ്. 1 2 3 4 5 6 7 8 1 ഇവിടെ വെച്ചു, 2 ഇടത് കാലം വെച്ചു, 3 വീണ്ടും വെച്ചു, 4 5 6 7 8. അപ്പൊ നമ്മൾ ഓരോ പ്രാവശ്യം തിരിയുന്നു. മനസ്സിലായ? ഇനി അതിന്റെ കൈയാണ് ഇത്. വെറുതെ ഇങ്ങനെയാണ് കൈ. 1 2 3 4 5 6 എന്ന് പറയുമ്പോൾ നമ്മുടെ കൈ തമ്മിൽ ഇങ്ങനെ വേണം, സ്വസ്തിക്ക് പോലെ വരും ഏകദേശം. അതായത് കൈ നമ്മൾ ആദ്യം ഇങ്ങനെ എടുക്കണ്ട, കൈ വെറുതെ നേരെ എടുത്താൽ മതി. 1 2 3 4 5 6 കണ്ടോ?
7 8. അപ്പൊ ഇവിടെ തന്നെയാണ് കൈ 1 2 3 4 5 6 കൈ കൊടുക്കുക 5 6 7 8. അറിയാവുന്ന സ്റ്റെപ്പാണ് എല്ലാവർക്കും. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒന്ന് കാണിച്ചു തരും. ആദ്യം രണ്ടുപേരും ചെയ്യട്ടെ. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാവും. ചെയ്തോളൂ. അങ്ങോട്ടാണ് 1 2 3 4 വീണ്ടും 5 6 7 8. കൈ ഇവിടെ തന്നെ അല്ല, നമ്മൾ സൈഡിൽ ഇങ്ങനെ 1 2 ഇങ്ങനെ എടുക്കുന്നേ. ഒന്ന് വിളിച്ച് നോക്കാം. 1 2 3 4 5 6 7 8. കൈ കുറച്ച് ഇങ്ങനെ വേണം. 5 6 നോക്കട്ടെ കൈ. അപ്പൊ നമ്മുടെ കൈ മുട്ടുന്നില്ല കേട്ടോ. അങ്ങനെ സ്വസ്തിക്ക് പോലെ അങ്ങനെ കുറച്ച് വരുമ്പോ കണ്ടോ, അങ്ങനെ ചെയ്താൽ മതി. ഒന്നുകൂടി ചെയ്യാം. 1 2 3 4 5 6 7 8. അതാണ്, ഈസിയാണ് അല്ലേ സ്റ്റെപ്പ്. ഓരോ സ്റ്റെപ്പ് ചെയ്താലോ. 1 2 3 4 5 6 7 8. മനസ്സിലായത് നന്നായിട്ടല്ലേ. അപ്പൊ നമ്മൾ കൈ ഇങ്ങനെ വെക്കുമ്പോ കൈ ഇങ്ങനെ അടുത്ത് വെക്കാതെ കുറച്ച് ദൂരെ വെക്കണം. ഇങ്ങനെ വെക്കണം. നോക്കാം നമുക്കില്ലേ. വരും 1 2 3 4 5 6 7 8. കറക്റ്റാണ്. 1 2 3 4 5 6 7. ആ 5 6 മാത്രം നമ്മുടെ ഷോൾഡറിന്റെ ലെവലിൽ വരാം. 5 6 കാണിക്കും. ഇങ്ങനെ ഇങ്ങനെ വേണം. കണ്ടോ, അവർ കൈ മുമ്പിൽ വരും. അങ്ങനെ അങ്ങനെ വരണം. ഓക്കെ, മനസ്സിലായോ? 5 6 നമ്മുടെ 5 6 അങ്ങനെ വയ്ക്കുന്നതായി. കുറച്ച് ദൂരം നിന്നോ. കൈ നേരം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരും. അങ്ങനെ അങ്ങനെ വരണം. ശരി, ഓക്കെ, ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. നന്നായിട്ട് മനസ്സിലായല്ലോ അല്ലേ? നമുക്ക് പാട്ടുപാടി ഒന്ന് ചെയ്ത് നോക്കാം അല്ലേ? ശരി, പാട്ടുപാടി ചെയ്ത് നോക്കാം. ഇപ്പൊ പഠിച്ച സ്റ്റെപ്പ് നന്നായിട്ട് മനസ്സിലായല്ലോ അല്ലേ? സ്റ്റെപ്പ് ശരി, ചെയ്തോളൂ. ഇന്നു മൽക്കൂലത്തിലൊക്കെ രക്ഷ ചെയ്യണം, ഞങ്ങളിന്നു ചെയ്ത പൂജ ഒക്കവേ നീ ഏറ്റുകൊണ്ട്. ഇന്നു മൽക്കൂലത്തിലൊക്കെ രക്ഷ ചെയ്യണം, ഞങ്ങളിന്നു ചെയ്ത പൂജ ഒക്കവേ നീ ഏറ്റുകൊണ്ട്. മനസ്സിലായോ? നന്നായിട്ട് ഒരു പ്രാവശ്യം ചെയ്യാം. ഇന്നു മൽക്കൂലത്തിലൊക്കെ രക്ഷ ചെയ്യണം, ഞങ്ങളിന്നു ചെയ്ത പൂജ ഒക്കവേ നീ ഏറ്റുകൊണ്ട്. ഇന്നു മൽക്കൂലത്തിലൊക്കെ രക്ഷ ചെയ്യണം, ഞങ്ങളിന്നു ചെയ്ത പൂജ ഒക്കവേ നീ ഏറ്റുകൊണ്ട്. നന്നായിട്ട് മനസ്സിലായല്ലേ? നമുക്കിനി ആദ്യമായിട്ടൊന്ന് ചേർത്ത് ചെയ്യാം. സൂര്യവംശജാതനായ രാഘവ നീ ജയിക്കണം, രാജവംശജാതനായ രാഘവ നീ ജയിക്കണം. സൂര്യവംശജാതനായ രാഘവ നീ ജയിക്കണം, രാജവംശജാതനായ രാഘവ നീ ജയിക്കണം. ഇന്നു മൽക്കൂലത്തിലൊക്കെ രക്ഷ ചെയ്യണം, ഞങ്ങളിന്നു ചെയ്ത പൂജ ഒക്കവേ നീ ഏറ്റുകൊണ്ട്. ഇന്നു മൽക്കൂലത്തിലൊക്കെ രക്ഷ ചെയ്യണം, ഞങ്ങളിന്നു ചെയ്ത പൂജ ഒക്കവേ നീ ഏറ്റുകൊണ്ട്. സൂര്യവംശജാതനായ രാഘവ നീ ജയിക്കണം, രാജവംശജാതനായ രാഘവ നീ ജയിക്കണം. സൂര്യവംശജാതനായ രാഘവ നീ ജയിക്കണം, രാജവംശജാതനായ രാഘവ നീ ജയിക്കണം. നന്നായിട്ട് മനസ്സിലായല്ലോ അല്ലേ? സംശയം ഒട്ടും തന്നെ ഇല്ല. ശരി, 1 2 3 4 1 2 3 4 1 2 3 4 1 2
സ്റ്റെപ്പ് ഒന്നുകൂടി ചെയ്ത് നോക്കാം അല്ലേ? ശരി, ചെയ്തോളൂ. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. നമ്മൾ രണ്ടാമത് പുറകോട്ട് പോകുമ്പോൾ പുറകിലാണ് കാല് വെക്കേണ്ടത് കേട്ടോ. അപ്പം ചിലപ്പോൾ നമ്മൾ അറിയാതെ ഫ്രണ്ടിലായി പോകും കാല്. അപ്പം പുറകിൽ തന്നെ കാല് വെക്കണം. ഒന്നുകൂടി ചെയ്യാൻ നമുക്ക് ചെയ്തോളൂ. ശരി, ചെയ്തോളൂ. റെഡി? 1 2 3 4 1 2 3. ഇതിന് പുറകിലാണ് 1 2. പുറകിൽ തന്നെ 3 4 1 2. കറക്റ്റ് 3 4. സംശയമുണ്ടോ? ഇല്ല. എന്നാലും ഒരു പ്രാവശ്യം നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാം. ചെയ്തോളൂ. റെഡി? 1 2 3 4 1 2 3 4. ശരി. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. പുറകിൽ 1 2 3 4. പുറകിൽ തന്നെ 1 2 3 4. ശരിയായി. ഒന്നുകൂടെ ചെയ്യാം നമുക്ക്. 1 2 3 4 1 2 3 4. ബാക്കിലാണ് 1 2 3 4 1 2 3 4. സംശയമില്ലല്ലോ? നന്നായിട്ട് മനസ്സിലായില്ലേ? ശരി. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. അടുത്ത ക്ലാസ്സിൽ കാണാം. ഇന്ന് പഠിച്ച സ്റ്റെപ്സ് ഒക്കെ മനസ്സിലായില്ലേ? എല്ലാവർക്കും വളരെ സിമ്പിൾ സ്റ്റെപ്സ് ആയിരുന്നു. എല്ലാവർക്കും മനസ്സിലായതാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയുക. ഇത്ര നേരം കണ്ടതിന് നന്ദി. നമസ്കാരം.